ചിക്കാഗോ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് പല്ലിശ്ശേരിയിലെ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തി. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റൊസാൽബ FSC ബൊക്കെ നൽകി. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ക്ലെയർ സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സ് സ്വാഗതഗാനം ആലപിച്ച് സ്വീകരിച്ചു. തുടർന്ന് ആശുപത്രിയിൽ സാന്ത്വന പരിചരണത്തിൽ കഴിയുന്ന കിടപ്പ് രോഗികളെ സന്ദർശിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും മധുരം നൽകുകയും ചെയ്തു. തൃശൂർ പറപ്പൂക്കര സ്വദേശിയായ ബിഷപ്പ് 2 വർഷം മുമ്പും ശാന്തിഭവനിൽ കിടപ്പ് രോഗികളെ സന്ദർശിച്ചിരുന്നു. 2022 മാർ ജോയ് ആലപ്പാട്ടിനെ ചിക്കാഗോയിലെ സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക എപ്പാർക്കിയുടെ ബിഷപ്പായി മാർപ്പാപ്പ നിയമിച്ചത്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി സന്തോഷത്തോടെ എന്നതാണ് ബിഷപ്പിന്റെ ആപ്തവാക്യം. കിടപ്പ് രോഗികളെ സന്ദർശിച്ച ശേഷം ബിഷപ്പ് ഡയാലിസിസ് വാർഡിലേക്കാണ് പോയത്. ശാന്തിഭവന്റെ സൗജന്യ ഡയാലിസിസ് പദ്ധതിയിലൂടെ സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നവരെ ബിഷപ്പ് സന്ദർശിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. മുതിർന്നവർക്ക് ആകുലതകളില്ലാതെ താമസിക്കാനായി ശാന്തിഭവൻ ഒരുക്കിയിട്ടുള്ള ദേവദയം എൽഡർ വില്ലേജിലും ബിഷപ്പ് മാർ ജോയ് ആലപ്പാട് സന്ദർശനം നടത്തി. തുടർന്ന് സാന്റാമിയാനോ ഹിൽ ടോപ്പ് കിച്ചൺ റെസ്റ്റോറന്റിൽ സ്വീകരണ യോഗം ചേർന്നു. സിസ്റ്റേഴ്സ്, ദേവദയം എൽഡർ വില്ലേജിലെ അംഗങ്ങൾ, ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ, വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ 700-ലധികം പേർക്ക് സമാധാനത്തോടെ സാന്ത്വനമരണം നൽകാനായതായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ കോഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ പറഞ്ഞു. ആയിരക്കണക്കിന് പേർ ശാന്തിഭവനിലെ സാന്ത്വന പരിചരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ച് വീടുകളിലേക്ക് പോയെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ 2 പ്രൊജക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യം 2016 നമ്മൾ ആരംഭിച്ച, ഇതിപ്പോൾ 9ാമത്തെ വർഷമാണ്, ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി. വീടുകളിൽ പ്രൊഫഷണൽ കെയർ ഒരുക്കാൻ ബുദ്ധിമുട്ടുള്ള വീടുകളിൽ നിന്നുള്ളവരെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു കോമൺ ഹൗസാണ്, ഒരു പൊതുഭവനമാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി. വീട്ടിൽ കഴിയുമ്പോൾ ഭക്ഷണത്തിന് ബില്ല് കൊടുക്കണ്ട, വീട്ടിൽ കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾക്കൊന്നും പണം അടയ്ക്കണ്ട എന്ന രീതിയിൽ തന്നെ ഈ പൊതുഭവനം നമ്മൾ നോ ബിൽ ഹോസ്പിറ്റൽ എന്ന കൺസെപ്റ്റിലാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച് ഇത് 9 വർഷമായി. 700ഓളം പേര് നമ്മൾ ഒരുക്കിയ ബെഡുകളിൽ കിടന്ന് സാന്ത്വന മരണം പൂകി എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡ്. സാധാരണ ആശുപത്രികൾക്ക് മരണസംഖ്യ ഉയരുന്നത് അവർക്ക് അപമാനമാണെങ്കിൽ, നമ്മളുടെ പാലിയേറ്റീവ് ആശുപത്രിയിലെ ഇവിടുത്തെ ബെഡുകളിൽ കിടന്ന് സാന്ത്വന മരണം പൂകി എന്ന് പറയുന്നത് നമ്മളുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ക്രെഡിറ്റാണ്. അത്രയും പേരെ നമ്മൾ സഹായിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. 700ഓളം പേര് കിടന്ന് മരണപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ബെഡിൽ കിടന്ന് തിരിച്ച് വീടുകളിലേക്ക് പോയിട്ടുള്ളത്. തുടർന്ന് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് കേക്ക് മുറിച്ചു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുടുംബമെന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണെന്നും അതിന് പ്രപഞ്ചത്തോളം വലുപ്പമുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണെന്ന സന്ദേശമാണ് ശാന്തിഭവനിൽ നിന്നും ലഭിക്കുന്നതെന്നും മാർ ജോയ് ആലപ്പാട് തുടർന്ന് പറഞ്ഞു. എൻ്റെ പേര് ജോയ് ആലപ്പാട്ട്, ചിക്കാഗോയിലാണ് ഞാനിപ്പോഴ്. അപ്പോൾ വളരെ വിശാലമായ ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു വലിയൊരു സന്ദേശം നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പമായിരുന്ന കാലത്ത് പലരും ഇവിടെ ഉണ്ടായിരുന്ന പലരും വളരെ വീരോചിതമായിട്ട് അവരുടെ ജീവിതം പല തുറകളിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയ ആൾക്കാർ ഒരു കാലം കഴിയുമ്പോൾ നമുക്കൊക്കെ നമ്മൾക്ക് വീക്ക്നെസ്, അല്ലെങ്കിൽ നമ്മൾ വീക്കാവും. നമ്മുടെ ശരീരമൊന്നും നമ്മൾ വിചാരിച്ച പോലെ വിചാരിക്കുന്നിടത്ത് എത്തില്ല. അപ്പോൾ നമ്മളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് നമുക്ക് പരസ്പരം പരിചരണത്തിലൂടെ, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിപുഷ്ടമാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു സ്ഥാപനങ്ങളുടെ പ്രസക്തി ഇന്ന് കൂടി വരികയാണ്. തുടർന്ന് മക്കിയാട് ധ്യാന കേന്ദ്രം ഡയറക്ടർ റവറൻ ഫാദർ ജോയ് ചമ്പകശ്ശേരി OSB സംസാരിച്ചു. ദൈവത്തിന്റെ പരിപാലനയിലാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെന്നും അധികം വൈകാതെ ശാന്തിഭവൻ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഞാൻ ചാലക്കുടിക്കാരനാണെങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി അറിയില്ലായിരുന്നു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ പരിപാലനയായിട്ട് കാണുകയും
ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ ദൈവം പിതാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതുകൊണ്ട് ഇതറിയാനായിട്ട് കഴിഞ്ഞു. പിതാവ് സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ഇത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുന്ന ഒരു തരത്തിൽ ജോയി അച്ഛൻ അത് പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഒരു ഭവനം, ഇങ്ങനെയുള്ളൊരു ഭവനാണെന്ന് പലരും നോക്കുന്നത്. ഇതിന് പ്രചാരം ഉണ്ടാകട്ടെ, ഇതിൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ സേവനം ചെയ്യുന്നവരും സഹായിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകൾ നേർന്നുകൊണ്ട് ഈ അവസരം പിതാവിനോടൊപ്പം ഇരിക്കാനായിട്ട് കഴിഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജോയി അച്ഛനും പിതാവിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് ദേവതയം എൽറ വില്ലേജിലെ മുതിർന്ന അംഗമായ ജോസഫ് പരുത്തിക്കലിന്റെ ഹൃദ്യമായ ഗാനാലാപനമുണ്ടായിരുന്നു. കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, കുറുകുറക്കാർ മൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, ചികി ചികി തക്കം തെയ് തെയ്, ചികി ചികി തക്കം തെയ്, ചികി ചികി തക്കം തെയ് തെയ്, ചികി ചികി തക്കം തെയ്. സ്വീകരണ യോഗത്തിനെത്തിയവർക്ക് മധുരം നൽകിയാണ് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് മടങ്ങിയത്.